ചില ചോദ്യങ്ങൾ, ഉത്തരം പറയുന്നവർക്ക് കൈ നിറയെ കിടിലൻ സമ്മാനവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ചില ചോദ്യങ്ങളുമായി എത്തുകയാണ് നമ്മുടെ റോൾ ക്യാമറ ഇലക്ഷൻ ടീം. കീർത്തന, തെരഞ്ഞെടുപ്പ് കാലമാണ്. അന്തോ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം രാഷ്ട്രീയ സാക്ഷരരാണ് എന്നറിയണോ? ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നല്ല. പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്. എന്താ? ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കണം. സിമ്പിളേ ഇവിടെ ഉള്ളൂ. ബട്ട് പവർഫുൾ. പവർഫുൾ. ഉറപ്പ്? ഉറപ്പ്. ഓക്കെ. പക്ഷെ ചോദിച്ചിട്ടേക്ക് പോകാൻ പാടില്ല. ഇല്ല, ചോദ്യം മാത്രം പോരാ, ഉത്തരം പറഞ്ഞാൽ എന്തുണ്ട് സമ്മാനം? എന്തുണ്ട് സമ്മാനം? അതായത് ഇത് പിട്ടാപ്പിള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാന കൂപ്പണാണ്. നോക്കട്ടെ. എത്ര രൂപയുടെ റോഷിനി? എത്ര രൂപയുടെ? 1000 രൂപയുടെ. അന്തോ വെറുതെ പറയുകയല്ല, ഉത്തരം പറഞ്ഞാൽ ഈ 1000 രൂപയുടെ കൂപ്പൺ കയ്യിലങ്ങ് വെച്ചു കൊടുക്കും. അതാണ് 1 അല്ല 10 അല്ല 100 അല്ല 1000 രൂപയുടെ കൂപ്പൺ ഒരാൾക്കാണോ? ഒരാൾക്ക്. ഒരു ഉത്തരത്തിന് 1000 രൂപയോ? ശരി ഉത്തരം പറഞ്ഞു. ഓ, അത് എന്തൊരു ഉത്തരം. ഓക്കെ, അപ്പൊ ചോദ്യം ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ഓക്കെ. അതിനുള്ള അവസരം എനിക്ക് തരാമോ? അവസരം എടുത്തോളൂ. ആരോട് ചോദിക്കും? എന്നാ ഈ പുറയിരിക്കുന്ന ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചാലോ? ഓക്കെ ചേട്ടാ, ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ചേട്ടൻ ഉത്തരം പറയൂ. 1000 രൂപ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? സുരേഷ് ഗോപി. ആദ്യ ചോദ്യം തന്നെ അടിച്ചു. ചേട്ടാ, ഇതങ്ങ് പിടിച്ചേ. പിട്ടാപ്പിള്ളി ഏജൻസീസ് പോയി 1000 രൂപയ്ക്ക് ഈ കൂപ്പൺ ഉപയോഗിച്ച് ചേട്ടന് എന്തും വാങ്ങാം. എന്തും. ഹാപ്പി ആണോ? ഹാപ്പി. ചേട്ടന് വേണ്ടി വൻകൈയിടി. ഓക്കെ, അപ്പോ ഒരു കാര്യം റോഷിനി, രണ്ടാമത്തെ ചോദ്യം റോഷിനി ചോദിക്കും. ചേട്ടാ അപ്പൊ ചോദിച്ചല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കാം. ചേട്ടാ, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? മുഹമ്മദ് റിയാസ്. എന്റെ പുണ്യ വൻ സാക്ഷരത. ഇതെല്ലാം ഇവിടെ കൊടുത്ത് പോകേണ്ടി വരുമോ നമുക്ക്? ചോദ്യങ്ങൾ വല്ലാതെ സിമ്പിൾ ആയി പോയോ? ഓക്കെ, അടുത്തൊരു ടഫ് പിടിച്ചാലോ? ടഫ് പിടിക്കാം. ഓക്കെ, പക്ഷെ വേറെ വഴിയില്ല. ഗിഫ്റ്റ് കൊടുത്തോളൂ. ചേട്ടന് പിട്ടാപ്പിള്ളിയുടെ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഹാപ്പി. ചേച്ചി കേറുവാ. ചേച്ചി, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആരാണ്? നയനാർ അല്ല. ചേച്ചിയുടെ ഉത്തരം തെറ്റി. ഞാൻ പറയുന്ന ഉത്തരം മിക്കവാറും പിട്ടാപ്പള്ളി ഗിഫ്റ്റ് വൗച്ചർ കൊടുത്ത് മുടിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കൊടുത്തോളൂ. ഉത്തരം ശരിയായി പറഞ്ഞിരിക്കുന്ന ചേട്ടാ പിടിക്ക്. ഗിഫ്റ്റ് വൗച്ചർ തീരാറായോ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് എനിക്കൊരു സംശയം. ഓക്കെ, ഇനി ചേട്ടാ ചോദ്യം ചോദിക്കണോ? നിങ്ങൾ കയറിവാ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ഗൗരിയം. ഇത് ആലോചിച്ചപ്പോ വിചാരിച്ചു കിട്ടില്ല. പക്ഷേ ചേട്ടൻ ആൻസർ ചെയ്തു. എനിക്കൊരു കാര്യം ചോദിക്കണം. എന്താ? ഇത് ഏതാണ് നാട്? എന്തൊരു രാഷ്ട്രീയ സാക്ഷരത? കേരളമാണ്. ഏത് മണ്ഡലമാണ്? കഴക്കൂട്ടം മണ്ഡലം. കഴക്കൂട്ടം മണ്ഡലത്തിലെ ഏത് സ്ഥലമാണ്? കാര്യവട്ടമാണ്. ഗൗരിയമ്മയുടെ പേര് പറഞ്ഞ ചേട്ടാ കയ്യുർത്തി കാണിച്ചേ. പിടിച്ചേ. ഒളിച്ചു. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? രാജേന്ദ്രൻ ചേട്ടനോട് ഞാൻ ചോദിക്കാൻ പോകുന്നു. ചോദ്യം നമ്പർ 6. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അറിയില്ല. ചേട്ടൻ പരാജയപ്പെട്ടു. അടുത്ത ചേട്ടൻ വാ. ഓക്കെ, ബിന്ദു. ബിന്ദുവിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. പേരെന്താ? ചേട്ടന്റെ പേര് പറയുവോ? അയ്യപ്പൻ ചേട്ടനാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തം എത്ര കൂപ്പണായി? 1 2 3 4 5 5 അപ്പോ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിലെ കാര്യവട്ടത്തിലെ ഓട്ടോ ചേട്ടന്മാരും സെക്യൂരിറ്റി ചേട്ടനും, ചേച്ചിയുടെ പേരെന്താ? കുമാരി ചേച്ചിയും കൂടി അടിച്ചെടുത്തിരിക്കുന്നു പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ 1000 രൂപയുടെ 5 ഗിഫ്റ്റ് വൗച്ചർ. ഇപ്പൊ മനസ്സിലായില്ലേ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. നാട് വിട്ടില്ലെങ്കിൽ കൂപ്പൺ മൊത്തം തീരും. ഇത് സിമ്പിൾ ചോദ്യങ്ങളായി പോയി. കൂടുതൽ കടുപ്പമുള്ള ചോദ്യങ്ങളായി ഞങ്ങൾ എത്തും. നിങ്ങളിലേക്ക് എപ്പോ വേണമെങ്കിലും വരും. അതാണ്. അപ്പൊ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും കാണാപ്പാടം പഠിച്ചിരുന്നോളൂ. 1000 രൂപയുടെ കൂപ്പണുമായിട്ട് കേരളം മുഴുവൻ ഞങ്ങളുണ്ടാകും. റോൾ ക്യാമറ ഇലക്ഷൻ.